ഹായ്! കാറിന് പോലും ഉടുപ്പിടേണ്ട സ്ഥിതിയാണ് യുകെയിൽ. അതുപോലത്തെ കൊടിയ തണുപ്പാണ്. കടയിൽ ചെന്നപ്പോൾ എനിക്ക് ഷോക്കായി. 1 മാസം മിച്ചമുണ്ട്. ഇതാണ്ടേ മേരി ക്രിസ്തുമസ്. പൈസ തൂർത്തടിക്കാനായിട്ട് അഡ്വെന്റ് കലണ്ടർ. ഇത് ഇതിനകത്ത് മുട്ടായി വെച്ച ഓരോ കലണ്ടറിനാണ്. പക്ഷേ പിള്ളേരൊക്കെ എന്നാ ചെയ്യുന്നറിയോ? 4, 5 മുട്ടായി ഒരു ദിവസം പൊട്ടിച്ച് തിന്നും. ഓരോ ദിവസം ഓരോന്ന് തിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്നാ. അതൊന്നും നടക്കില്ല. ഇതാണ്ടേ പോംഗ്രാനൈറ്റ് മേടിക്കാൻ വന്ന ഞാൻ കപ്പളങ്ങയുടെ വില കണ്ട് തല ചുറ്റി താഴെ വീണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. പോംഗ്രാനൈറ്റും പെറുക്കിയിട്ട് മുന്നോട്ട് ചെന്ന് ഇച്ചിരി അവക്കാടോയും കൂടെ പെറുക്കാമെന്ന് വെച്ചു. ഇതൊക്കെയാണെങ്കിലും നമ്മുടെ ആരോഗ്യം ഒന്ന് പുഷ്ടിപ്പെടട്ടെ. അങ്ങനെ മുന്നോട്ട് ഞാൻ നീങ്ങി. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാണ്ടേ പൊട്ട്, ചാന്ത, കൺമഷിയൊക്കെ ഉള്ള കടയിലും കൂടെ ഒന്ന് കയറാമെന്ന് വെച്ചു. അവിടെ കയറിയില്ലേ നമുക്ക് സമാധാനം വരികയില്ലല്ലോ. അവിടെയൊക്കെ പ്രൈസ് എഴുതി വെച്ചിട്ടുണ്ട്. വെറും വെറുതെ. നമുക്ക് വേണ്ടതിനൊക്കെ മുഴുവൻ പ്രൈസും കൊടുക്കണം. ഏതാണ്ടൊക്കെ പെട്ടി കെട്ടി വെച്ചു. ക്രിസ്തുമസിൻ്റെ സാധനങ്ങളൊക്കെ തുടങ്ങി. ചില കടയിലൊക്കെ 60% എഴുതി വെച്ചിട്ടുണ്ട്. വെറും വെറുതെ. നമുക്ക് വേണ്ട ഒരു സാധനവും അവിടെയില്ല. പൈസ തൂർത്തടിക്കാനുള്ള ഓരോരോ വഴികളെ. അങ്ങനെ അതൊക്കെ മേടിച്ച് നമ്മൾ പുറത്തോട്ടിറങ്ങുമ്പോൾ വളരെ സൗമ്യതയോടെ നന്ദി പറഞ്ഞ് വിടുന്നുണ്ടെങ്കിലും അവിടെ ഗേറ്റിൻ്റെ അവിടെ തടഞ്ഞു നിർത്തും. പൈസ കൊടുത്തില്ലെങ്കിലേ ആംബുലൻസിനേക്കാളും വലിയ അലാറം വിളിക്കും.